നല്ല വൃത്തിയുള്ള സാധനം നല്ല നോക്കി എടുക്കൂന്ന് പറഞ്ഞതാ ഞാൻ. നോക്കുന്ന ജീരം ഉണ്ടായി അതാ വേണ്ടേ. അല്ല കുട്ടിക്ക് അരിഷ്ടം കൊടുത്തിരാ ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കുറേ കമൻസ് ആയിട്ടും ഇതായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എവിടെയാ പോകുന്ന ചേട്ടാ? ഒരു കരച്ചെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ചേട്ടാ. എവിടെയാ പോകുന്നത്? ചേച്ചിന്റെ വാവേനെ കാണാനെന്ന് പറഞ്ഞു കൊടുത്താ ആരെയാണോ പോകുന്നത്? അപ്പം നമ്മളങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ യേശുമേൻ്റെ അടുത്തേക്ക് പോക്കാന്ന്, അങ്ങോട്ടേക്ക് വാവേനെല്ലാം കണ്ടിട്ട് വരണം. അപ്പോൾ കൂടുതൽ നിങ്ങളോടും കൂടി ആ വിശേഷങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ച് അല്ലേ. കുറേ ആയിട്ട് നിങ്ങളെല്ലാവരും അവരെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറങ്ങിയില്ല, ഇറങ്ങാൻ നോക്കുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ചടങ്ങാണ്. ആ ചടങ്ങെന്നാ ഏതാണെന്നല്ല ഞാൻ വഴിയെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ അല്ലേ? ശരിക്കും പോകേണ്ടതാണ്. എന്തെല്ലോ ബാക്കി ബാലൻസ് ഉള്ള തൊട്ടിലാണ് എന്തെല്ലോ എടുത്തിട്ട് വരുന്നുണ്ട്. എന്തോ ഒന്നങ്ങാനടി ഒഴിഞ്ഞു പോയതാണ്, ബാക്കിയെല്ലാം അടി ഉണ്ട്. അത് ഒന്നും ഒഴിഞ്ഞു പോയത്, അത് മറന്നുപോയി. എന്നാ സാധനം എന്നാ അത് കാണിക്കടോന്ന് എന്തെന്നാന്നടാ. അപ്പോൾ ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. ചടങ്ങാന്നുള്ളതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. സംഗതി നമ്മളിവിടെ ഇങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ നിർത്തിയിട്ടാണുള്ളത്. ഈ ഒരു സാധനം അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓ, ഇതെങ്ങനെയാടാ വെച്ചിനിത്? ഇവിടെ റൈറ്റ്. ഈ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി വെക്കുമ്പോൾ അവന് മാങ്ങ കിട്ടി. കഴിഞ്ഞ അതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സാധനം ഇല്ലല്ലോ? എല്ലാം കൊണ്ടുപോയാ? എല്ലാം എടുത്താ? മട്ടന്നൂര് വരെ അതിൻ്റെ എല്ലാം നടുക്ക് അമ്മേനെ കണ്ട നിങ്ങൾ എല്ലാരും ഇപ്പൊ അന്നെ ചീത്ത പറയും, അമ്മേനെ ഇങ്ങനെ ബേക്കിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നമുക്ക് എവിടെ പോകുമ്പോ ഏറ്റവും ഇഷ്ടം ഇതേപോലെ ബേക്കിൽ ഇരിക്കാണ്, അല്ലാണ്ട് അമ്മേനെ ബേക്കിൽ ഇരിക്കുന്നില്ല കേട്ടോ. നല്ല ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ഏതച്ചക്ക. അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ചായ, പരിപ്പ് വട, പഴംപൊരി, വട. പോവാന്നാല് അൻവിമനെ അൻവിന്റെ ഉറക്കെല്ലാം തെളിഞ്ഞ് ഉറക്കെല്ലാം വിളിച്ച് എണീപ്പിച്ച് പഴംപൊരി എന്ന് പറയുമ്പോ തുള്ളി എണീച്ചല്ല. രണ്ട് പഴംപൊരി. രണ്ട് പഴംപൊരിയാ? പിന്നെ രണ്ട് പഴംപൊരി നേടാ നീ? ആ ഉറക്കിന്റെ ക്ഷീണം കൊണ്ടാന്നാ പറഞ്ഞേ. ഉറക്കിന്റെ ക്ഷീണം മാറ്റേ ചിരിക്കുന്നോണ്ടാ. ഇങ്ങോട്ട് ഉറക്കിന്റെ ക്ഷീണം മാറ്റാൻ രണ്ട് പഴംപൊരി. ഇനി ഇത് തിന്നപാട് വേണം വണ്ടി കയറിയിട്ട് അടുത്ത് ഉറക്കം, എന്നാലേ ആ ചോറ് നല്ലോണം തിന്നാൻ പറ്റുമെന്നാ പറഞ്ഞേ അല്ലേ. എന്റെ ചൂട്ടൻ പക്ഷെ എനിക്ക് ഉറങ്ങിയാലും ഉഷാറാന്നല്ലേ ചേട്ടാ. ഇവിടെ പോകുന്ന ചൂട്ടാ? ആരെ കാണാനാ പോകുന്നത്? ആരെ കാണാനും പോകുന്നത്? അവനെ കാണാനാ? നമ്മളിപ്പറമ്പ് കഴിഞ്ഞ് നമ്മളിടാ. ഇതാണ് കുപ്പം പാലം. കുപ്പം പാലം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആക്കിയ പാലം ആണെന്ന് ഞാൻ പറയൂ. പക്ഷെ അതാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ചരിത്രം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. റോഡിന്റെ എല്ലാം പണിയെടുക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ റൂട്ട് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. അതിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റോഡല്ലോ ഈ തളിപ്പറമ്പ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോ ചെറിയ രീതിയിലുള്ള മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് പുതിയ റോഡ് കയറി ഒറ്റപ്പോക്കങ്ങ് പയ്യന്നൂര് വരെ എത്തി. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ കോളേജ്. ഓ, പയ്യന്നൂർ എത്തി. അങ്ങനെ പറയുമ്പോ അതിന്റെ തുടക്കത്തിൽ അതെങ്കിലും ഇന്നോട്ട് വെച്ചിട്ട് പറഞ്ഞേ. അങ്ങനെ പയ്യന്നൂർ സ്റ്റാൻഡിലേക്ക് പോകേണ്ട വഴി അതാണ്. അങ്ങനെ നമ്മള് പയ്യന്നൂർ എത്തി. ഐ ലവ് പയ്യന്നൂർ, ഐ ലവ് പയ്യന്നൂർ. അങ്ങനെ നമ്മൾ പയ്യന്നൂർ എത്തി. ഇന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ, 3/4 മണിക്കൂറില്ല, 3/4 മണിക്കൂർ, മാക്സിമം 3/4 മണിക്കൂർ അത്രേ ഉള്ളൂ. ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തിരഞ്ഞെടുക്കും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉരുളക്കിഴങ്ങ് എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അതുപോലെ ആയിരിക്കും ഇവൻ കേടുള്ളത് നോക്കി തിരഞ്ഞെടുക്കും. എന്താണ് ഒന്നുമില്ല, നീ ഫ്രൂട്ട്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള സാധനം നല്ല നോക്കി എടുക്കൂന്ന് പറഞ്ഞതാ ഞാൻ. നോക്കുന്ന ജീരം ഉണ്ടായി എന്നാ വേണ്ടേ ആടി വെച്ചോ പേടിച്ചു പോയല്ലോടാ എൻ്റെ ഇവനടക്കം പോയിച്ചു. നല്ല രസം. ചേട്ടാ അപ്പനെ മിഠായി തരുതാ. താങ്ക് യു താങ്ക് യു. എനിക്ക് തന്നെ മുട്ടായി ഞാൻ ഓനാ കൊടുത്തില്ല. ചേട്ടാ അച്ഛനുണ്ടോ? വലിയ കാര്യം ചേട്ടാ ചേട്ടാ ഏതാ നിർബന്ധിച്ച് വാങ്ങേണ്ട കാര്യം വെച്ചാല് അനക്ക് ഏതാണ്ട് സമാധാനം കിട്ടൂല. ചൂട് മൈക്കിന്റെ ഓഫായിരിക്കും മിക്കവാറും. ഭയങ്കര കട്ടി അതുകൊണ്ടല്ലേ ഒന്ന് തരുന്നത്. ഓന് തിന്നാനാവാത്തോണ്ട് തന്നെ. ഇതാണ് ചെറുവത്തൂര്. ഇതിതാ ഈ പോകുന്നത് വീടിന് അങ്ങോട്ട് വലത്തോട്ട് പോയാൽ ചെറുവത്തൂർ സ്റ്റാൻഡിലെത്തും. ടൗണാന്ന് കേട്ടാ. നീ ഇതൊന്നും കണ്ടിട്ട് ഇത് വലിയ ടൗൺ എന്നല്ല വിചാരിക്കട്ടെ. ഏതാ ഞാൻ കാണണ്ടേ? ഈ മതിലാണോ കാണണ്ടേ? എന്നാ കാണണ്ടേ നീ പറ. ഞാൻ ഏത് കണ്ടിട്ട് നമ്മളെ വഴി. ഇനി ഇതിലൂടെ നമ്മളെ മെയിൻ റോഡിലേക്ക് കയറണം. നമുക്ക് നേരെ ഈ റോഡ്, ഈ സർവീസ് റോഡ് തന്നെ നേരെ പോവാ. കുറച്ച് മുന്നോട്ട് പോയിട്ടാണ്. കുറേ ഉള്ളിലോട്ടാന്ന് കേട്ടാ. ഓളോട് പറയണം, ഓളോട് പറയണം. ആ അങ്ങ് ഉള്ളില് ആടെ ആടെ ഓളെ മാത്രം വീടുകള് ഞാൻ കാണിച്ചു കേട്ടാ. നമുക്ക് ഈ ടൗൺ ഏരിയ ഒന്നും പോന്നോണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എടിയോ എത്തിയോ പോലെ ഒരു ഉൾക്കാടിലെത്തിയ ഇതെല്ലാം പറയുമ്പോ ഓളിപ്പോ ഇത് അടുത്ത വീഡിയോയിൽ ഇതിന്റെ മറുപടി ഓള് പറഞ്ഞോളൂ. ബാക്കി നമുക്കിത് അങ്ങോട്ട് കയറണ്ട കേട്ടോ. നമുക്ക് ഈ സർവീസ് റോഡ് നേരെ തന്നെ പോയാൽ മതി. ഇവിടെ കയറി പിന്നെ അപ്പുറത്ത് കട്ട് ചെയ്യാൻ മറന്നു പോയിട്ട് പിന്നെ കുറേ മുന്നോട്ട് പോയിട്ട് വളച്ച് തിരിച്ചു വരേണ്ടി വരും. ഇതിൽ കൂടെ തന്നെ നേരെ പോയാൽ മതി. കട്ട് ചെയ്യാന്ന് മറന്നുകൊണ്ട് പക്ഷെ അതിലോട്ട് പോയാൽ മതിയോ? റോഡ് ആടെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് ഈ റോഡിൽ തന്നെയല്ലേ? ഏതാ ഇറങ്ങണ്ടേ? നേരെ നേരെ പോട്ടെ. അപ്പുറത്തോട്ടാ നല്ല റോഡ്. ഇങ്ങോട്ട് കയറേണ്ടത് ആയതുകൊണ്ട് നമ്മുടെ ഈ റൂട്ടാ വന്നു കേട്ടാ. വലിയ കുലുക്കുള്ള റോഡ് നല്ല ഇടാ. അടുത്ത വലത്തോട്ട് കേട്ടോ. നമ്മളിതാ അങ്ങനെ ഏതാനും നിമിഷങ്ങളൊക്കെ ആ അവളെ അങ്ങോട്ടേക്കില്ല ആ വഴിയെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താൽ അതൊന്നും മടപ്പന്തിരാ. നല്ല വഴിയല്ലേ? വഴിക്കെന്നാ മോശം ടൗൺ തന്നെയല്ലേ? എന്നാ ഒരു ബസ് വന്ന് ഇതിലൂടെ ബസ്സെല്ലാം പോകും കേട്ടോ. കാഞ്ഞങ്ങാട് ഇതിന്റെ ഉള്ളിലൊക്കെ ഇതിപ്പോ റൈഡിന് പോകുന്നതാണേ. നോക്കിക്കോ ഗുഹേന്റെ ഉള്ളിലേക്ക് ഇടിങ്ങനെ. ഇനി അപ്പുറത്തെ കട്ട് ചെയ്യാൻ പിന്നെ മഴ കൊള്ളാണ്ട് പോവാൻ നല്ല സ്ഥലം വരെ ഇതിലൂടെ ബൈക്കെല്ലാം എടുത്തിട്ട് വരാം. ഒറ്റപ്പടി മഴയൊന്നും തന്നെയില്ല. ഇനി നമ്മളിതാ വീണ്ടും പുറത്തേക്ക് നമ്മള് ഈ ലാൻഡിലെല്ലാം പോയി കഴിഞ്ഞാൽ ആ ട്യൂബിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇതാ ഇറങ്ങി എന്റെ അമ്മേ ബസ് എടാ ബസ്. ഒരു മാറ്റമില്ല തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിതാ ഇതാണ് നമ്മുടെ വഴി. അങ്ങനെ 100 പ്രാവശ്യം പോയാലും ഇവന് ഒരു വഴി തിരിയൂല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് ഇവനാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞതോടല്ലേ ഏടുന്ന് തിരിയാണ് ഏടുന്ന് ആക്കണമെന്നല്ലോ. ഇത്രോട്ടും പോയാലും വഴി മനസ്സിലാവാത്ത ഒരുത്തരാണ്. എനിക്ക് ഈ വിശപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണൂല. അന്നേരം വണ്ടി ശരിക്കും ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് എനിക്ക് വഴി ചിലപ്പം തെറ്റും. ഇത് ഏകദേശം ഉച്ച സമയം. അതുകൊണ്ടുള്ളൊരു ചെറിയൊരു വഴി തെറ്റൽ പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി റോഡിൽ കാണിച്ചു കൊടുത്താൽ നീ എന്റെ മുഖം മാത്രം പിടിക്കുന്നത്. നീ സ്ഥലം കാണിച്ചു കൊടുത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. സ്ഥലം കാണിച്ചു കൊടുക്കറ എനിക്ക് ഓളെ സിറ്റിയിലേക്ക് പോകുന്ന കാണിച്ചു പറയാ. ഇതാണ് രേഷ്മേന്റെ ചെറുവത്തൂർ സിറ്റി. അപ്പോൾ ആരും എന്നെ തെറിയെന്നും പറയാറ് ഞാൻ കളിയാക്കുന്നതെന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഓളെപ്പോ അവിടെ വരുമ്പം പറയൂ നിങ്ങളെ സിറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത് ചോദിക്കും. ഞാൻ പറയും ഇന്റെ സിറ്റിയിൽ എന്താ ഉള്ളത്. ഓളെ സിറ്റി കാണിച്ചു കൊടുക്കടാ. നാടിനെ പറ്റി പറയുന്നു. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരാണ്ടെന്നാ മതി സിറ്റിയിൽ നിന്ന്. എന്തോ പരിപാടി ഉണ്ടെന്ന് പോലെ വണ്ടിയെല്ലാം കാണുന്നില്ലല്ലോ. മെത്തി മെത്തി സ്ഥലമെത്തി. നേരത്തെ വന്നിനാ കേരി സാധനം ഉണ്ടായിരുന്നല്ലോ ഇത്. അമ്മേനെ എങ്ങനെയും പുറത്തെടുക്കടാ പാവോ.
എല്ലാരും പറയണം കേട്ടോ. ഞാൻ സായിയോട് പറഞ്ഞടാ അമ്മേനെ മുമ്പിൽ ഇരിക്കും, സായിജ പറഞ്ഞ അമ്മേനെ വേക്കിൽ ഇരിക്കാം. നീ എന്തെന്നാടാ പറയുന്നത്? ഞാൻ എപ്പോഴും പറയില്ല ഞാനത്തോടും പറഞ്ഞു പാവാൻ ഇറങ്ങി നോക്കി എല്ലാരും പറയണം കേട്ടോ സായിജിന. ഞാനങ്ങനെ പറയൂല. ഏറ്റവും ബേക്കിൽ കൊണ്ട് ഇത്ര കാലായി എന്നെ കണ്ടിട്ട് എല്ലാരും ചോദിച്ചോ. ഓ ഓ ചേട്ടാ ചേട്ടി ഇതാരാ? ഇച്ചു ഇച്ചു ആരാടത്? ചേച്ചു അതാരാ? ചേച്ചു ചേച്ചി ഇതാരാന്ന്? എന്നാ നോക്കുന്നേ? എടുക്കണോന്നാ? ഞാൻ പിന്നെ ഞാൻ തന്നെ എടുക്കല്, നീ എടുക്കല്. എളപ്പെല്ലാം കേട്ടാല് നീ ഒന്ന് എടുക്കറ, നീ ഒന്ന് പേടിക്കാണ്ട്. ഞാൻ എടുക്കല് ഇന്നെ എല്ലാരും ചോദിച്ചിന് കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞു ഇന്നലത്തെ വീഡിയോന്റെ അകത്ത് രേഷ്മക്ക് സുഖല്ലേ, ഞങ്ങൾക്കിപ്പോ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മക്കും കുട്ടിക്ക് സുഖം നീ ഇല്ലായിട്ട് ഭയങ്കരമായിട്ട് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും നീ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അല്ല വീഡിയോ കോളില് പിന്നെ നമ്മള് പറഞ്ഞു എന്നാ ചെയ്യാ, നമുക്ക് സാഹചര്യം അതിന് ആയോണ്ടല്ലേ, അല്ലേ ഓളും ഉണ്ടാകണ്ടല്ലേ. എച്ചുവിന് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ടേ. എച്ചു അറിഞ്ഞിട്ടും കൂടിയില്ല. നീ എടാ എച്ചോ എച്ചൂട്ടോ തട്ടുമ്പം കരച്ചില്ല അല്ലേ? തൊട്ടില് കിടത്താനായിട്ടില്ല, തൊട്ടിൽ ഇപ്പൊ കിടത്തൂല അല്ലേ? ശരിയാ ഏണേ തൊട്ടിലെപ്പോഴും കിടത്തുക 28 കഴിഞ്ഞിട്ട് അല്ലേ? അതെനിക്കറിയാം, എനിക്കറിയാന്ന് വെച്ചതേ. ഞാൻ തൊട്ടിൽ കൊടുത്തു ചോദിക്കുന്നു. എനിക്കറിയില്ല. ഇവിടെ ചിക്കനെല്ലാം കൂട്ടാൻ തുടങ്ങി. ചിക്കനെല്ലാം കൂട്ടല്ലേ? ഞാൻ അല്ല ചിക്കൻ കൂട്ടണമെന്നേ പറഞ്ഞു, എരിവാക്കറന്നേ ഉള്ളു. പക്ഷെ ഞാൻ കുരുമുളക് ഇട്ട് വരട്ടിയതാ തിന്നിന്. അല്ല കുട്ടിക്ക് അരിഷ്ടം കൊടുത്തില്ല. വൈബ് ഡോക്ടറെ കാണിച്ചിട്ട് വന്നേട്ടെ ഇപ്പൊ. ഓടിയാണ് നമ്മളെല്ലാം ചെറുപ്പത്തിൽ അരിഷ്ടം കുടിച്ച് വളർന്ന തടിയാണ്. നമ്മളെ ചെറുപ്പത്തിലെല്ലാം തന്നിട്ടുണ്ടാവില്ലേ അമ്മ? അങ്ങനെ അല്ല, കുട്ടിക്കല്ലാതെ എനക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്നാ ഇത് ഞാൻ ടോണിക്കല്ലടാ കുടിക്കല്. എന്നാന്ന് അമ്മക്കാന്ന് കാര്യം എല്ലാവർക്കും അറിയില്ലടോ. ഇതെന്നാന്ന് കുട്ടിക്കാരും കൊടുക്കുവാ. ഇപ്പൊ പാല് കുടിക്കുന്ന എനിക്കോ നോക്കല്ലോ എന്ന് വിളിച്ചാല് വിളിക്കുന്നില്ല. ഇടക്കിടക്ക് അതിന്റെ ഓരോരുത്തരും അങ്ങനെ ചോറെല്ലാം കഴിച്ച് അടുത്ത ചായ കുടിക്കാൻ വേണ്ടി നോക്കുന്നത്. പാലം കുടിച്ചിട്ട് നമ്മൾ ഇടുന്നിറങ്ങും. നമ്മൾ വന്നത് ഇതിൽ നിങ്ങളുടെ അടുത്തെല്ലാം ഉണ്ടോ, എല്ലാവരുടെ അടുത്തും ഉണ്ടോ ഈ പരിപാടി എന്ന് അറിയില്ല. ഈ ചടങ്ങ് ഭയങ്കര ചടങ്ങ് എന്നെല്ലാം പറയുന്നത് ഒന്നുമല്ല കേട്ടോ. ഇതെന്ന് സംബന്ധിച്ചാൽ നമ്മളിവിടെ നമ്മളെ കണ്ണൂർ ഇവിടെ ഉള്ള പരിപാടിയാണ്. ഇവരെടുത്തത് ഉണ്ടോ ഇവിടെ കാസർഗോഡാണ്. അപ്പോൾ നമുക്ക് അതും ക്ലിയർ ആയിട്ട് അറിയില്ല. ഈ ഈറ്റിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറയുകയും നമ്മൾ അവളെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ 10-12 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് പോവുക. അതാണ് നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നൊരു സംഭവം. അപ്പോൾ ഇവർ ഏകദേശം ഓളെ അവിടെ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അവർക്കൊരു ചെറിയൊരു പൈസ അവിടെ കൊടുക്കും. അങ്ങനെ അതിൻ്റെ കണക്ക് പ്രകാരമുള്ള ചടങ്ങ്. അതിന് ഈറ്റിൻ്റെ പൈസ കൊണ്ട് കൊടുത്തില്ലെന്നാ പണ്ട് മുതലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയാം? അങ്ങനെയല്ലേ പണ്ടേ പറയില്ല? പണ്ടുള്ള നാട്ടിൽ ഈറ്റിൻ്റെ പൈസ കൊടുക്കാമല്ലേ പറയാം?
ഞാൻ പറയുന്നതെല്ലാം എന്തെങ്കിലും തെറ്റുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈറ്റിൻ്റെ എന്നെല്ലാം പറഞ്ഞു. എന്താ ഈറ്റൊന്നും എനിക്കറിയില്ല. അറിയുന്നവരൊന്നും കമന്റ് ചെയ്തു കേട്ടോ. ഇത് കാണുന്ന അമ്മമാർക്കെല്ലാം അറിയായിരിക്കും. അമ്മമാർ എന്താ ഈറ്റിൻ്റെ വെച്ചെന്നെല്ലാം പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ 10-12 ദിവസമായില്ലേ? 12-12 ദിവസം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഏകദേശം നമ്മൾ. അപ്പോൾ അങ്ങനെ അതും കൂടി പിന്നെ എല്ലാവർക്കും അത് നല്ല അതല്ലെങ്കിലും നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു എന്തെങ്കിലും കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വന്നെയാണ് ഇപ്പോൾ ഇരുന്ന്. ഇപ്പം പിന്നെ നിങ്ങളെ കാണിക്കായിട്ടാണ് 2 ദിവസം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവനൊരു പുതുതായിട്ട് വന്ന പോലെയും ഇല്ല. കുട്ടിക്ക് ഇവനെ കണ്ടാൽ ഇപ്പോൾ കാണാത്ത പോലെയാണ്. 2 ദിവസം കൂടുമ്പം വന്ന് കണ്ടുകൊണ്ട് പറ്റി. നമ്മൾ പക്ഷേ അതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അന്ന് ഞാനവിടെ കൊണ്ടാക്കി പോയ വീഡിയോകൾ കണ്ടതാണല്ലോ. അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും അച്ഛനും എല്ലാവരും കൂടി തിന്നായിരുന്നു. അപ്പോൾ കുട്ടി ഉഷാറാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആൾ ഉഷാറാണ്. പിന്നെ വേറെ ഓളും ഉഷാറാണ്. ആദ്യം കുറച്ച് തലവേദനയുടെ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലിയറായി. ഓളും ഓക്കെ ഫിറ്റായി. ഇനി കുട്ടീൻ്റെ ഒരു മെയിൻ ചടങ്ങ് വരാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അടുത്ത് തന്നെയായിരിക്കും ചടങ്ങ് എന്നുള്ളത്. വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതൊരു വൻ ചടങ്ങായിട്ട് നമ്മൾക്ക് കാണിക്കാം നമ്മളത്. വേറെ ബാക്കി ഒന്നുമില്ല. കൈ കടഞ്ഞു എന്താണെന്നറിയില്ല കേട്ടോ. എനിക്കിപ്പോടാ സാധനം ഇരിക്കും അല്ലേ, മുട്ടുവേദന സത്യമായിട്ടും. അത് എല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്യണം. മൊത്തത്തിൽ അങ്ങനത്തെ ഭയങ്കര ഒന്നുമില്ല, ചെറിയ ചെറിയ വേദന. കുഴമ്പ് അമ്മേൻ്റെ സൈഡിൽ പോയി കിടന്നിട്ട് കുറച്ച് കുഴമ്പ് പറയേണ്ട അവസ്ഥ ആയോ സംശയമുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ കുറേ സമയം കാര്യമായിട്ടാ കുറച്ച് സമയം നിൽക്കുമ്പോൾ മുട്ടെല്ലാം വേദനിക്കുന്നത്. അതുപോലെ കാലിന് ഭയങ്കര കടച്ചിൽ, ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരിടുന്നവർ അത്രക്കുള്ള വയസ്സൊന്നും ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ചെറിയ ചെക്കന് വന്നു. അതുകൊണ്ടായിരിക്കും എന്താണെന്നറിയില്ല. അതൊന്ന് കാണിച്ചിട്ട് ഞാൻ പറയാട്ടാ. അടുത്ത ഹോസ്പിറ്റൽ ബ്ലോഗ് ഇടാം അല്ലേ? ഞാനത് കാണിക്കാൻ പോകുന്നല്ലോ. നിങ്ങളെല്ലാവരും ചോദിക്കണേ മാറിയോന്ന്. എന്നാലും ഞാൻ കാണിക്കാൻ പോകും. അപ്പോൾ പിന്നെ ഒന്നുമില്ല. ഇനി കുറച്ച് മിനിറ്റ് പറയാം. കൈ നല്ലോണം വേദനെടുക്കാൻ തുടങ്ങി. വേറെ എന്തുണ്ട്? കുട്ടി എന്തുണ്ട്? ഉഷാറല്ലേ? എന്നാന്ന് പറയുന്നത് പറയാനായില്ലല്ലോ. കുട്ടി ചോറെല്ലാം തിന്നാ? ചിക്കൻ കഴിച്ച് ചിക്കനെല്ലാം തിന്നതിന്റെ വന്നപാട് ചോദിക്കുവാ കുട്ടിയോട് ചോറ് തിന്നോന്ന്. അറിയണ്ടേ കുട്ടി? പിന്നെ നമുക്ക് പോയി ചായയും കൂടി കുടിക്കാവാ. നേരം കണ്ട പറയുന്ന നേരം നീ ചായ കുടിക്കാം. നീ ചായ കുടിക്കാ. ചായ നീ കുട്ടീനെ കണ്ടില്ല? ഇത് വന്നിട്ട് ചെയ്തു ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ട് കുട്ടീനെ നോക്കാം. ഇതോട്ടെ ഒന്ന് കുട്ടീനെ കാണാന്ന് പറ. ഓ എൻ്റെ റബ്ബർ ചായ വേണ്ടേ? അല്ല ഞാൻ ഇതെത്രയാ ചായ? ഇത്രയൊന്നും ചായ തരില്ല കേട്ടാ. കുറേശ്ശെ ചായ എടുക്കേ. ഇതെത്രയാ ചായ? നമ്മൾ വരുന്നില്ല. ഇങ്ങനെ ചായയും കുടിച്ച് ചോറും തിന്ന് ഇങ്ങനെ ഇരിക്കുന്നില്ല. അല്ല ഇനിയൊന്നും ഇല്ല. ഇനി രാത്രിക്ക് അധികം കൂടി തിന്നാൻ നിൽക്കുന്നുണ്ടാ? ബാബയോട് ടാറ്റ പറ ചൂട്ടാ. ചൂട്ടാ ബാബയോട് ടാറ്റ പറ. ടാറ്റ പറ. പോട്ടാ പറ. ടാറ്റ പറ. നീ എന്തൊക്കെ പറയുന്നുണ്ട് ബാബയോട്? ഒരു ടാറ്റയോ ബാബയോ എന്തെങ്കിലും ഒന്ന് പറയാ. ബാമേമേന്നാ? നമ്മള് മേമേനെ കൂട്ടാൻ വന്നല്ല, വാവേനെ കാണാൻ വന്നയാന്ന്. വീട്ടിൽ കൂട്ടാ മേമനെ വിളിക്കുന്നാല്. വാ പറ. വിളിക്ക് മേമനെ വിളിക്ക്. ഓക്കെ വാവേ, നമ്മള് പോട്ടെ. ടാറ്റ. എല്ലാം ഇത്രയും ടാറ്റയും പറഞ്ഞ ഫസ്റ്റ് ഇറങ്ങിപ്പോയി. നല്ല ഉറക്കാന്ന് പോവാ. അപ്പൊ എന്നാ എല്ലാരോടും ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞേ. നിന്റെ വിശേഷം എല്ലാവർക്കും അറിയണ്ടതല്ലേ? അപ്പൊ നമുക്ക് നല്ല ഇറങ്ങാം. ഓക്കെ, നമ്മള് കുട്ടീനെല്ലാം കണ്ട് അങ്ങനെ ഇറങ്ങലായി. കണ്ട് എല്ലാരോടും വാവേനെ ആരോടാ വാവ? നീ മേമനെ വിളിച്ചാ? അവരെ വിളിച്ചാ?
നിയമം വന്നിട്ടില്ല, ഭാവിയും വന്നിട്ടില്ല. ആണോ ഇതല്ലോ നിങ്ങൾ ഇതിന് പിന്നെ ഭാവനെ കണ്ട ഭാവേ വാന്നായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അവ വരും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാകുമ്പോൾ നമ്മളേതായാലും ഇവിടെ ഇറങ്ങലായി. സായിനെ അങ്ങോട്ട് കൂടാതെ സായിക്ക് വരുന്നില്ല. ഞാൻ കുറേ പുറത്ത് കാത്ത് നിൽക്കുന്നു. ഒന്നുകൂടി വന്നിട്ട് വേണം വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി. ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം വരുമായിരിക്കും. കാത്ത് നിൽക്കാം നമുക്ക്. കാത്ത് നിന്ന് അവസാനം വന്ന് മോനെയും കാത്തിൽ എത്ര സമയം എന്നറിയാം. ഇനി വരാൻ തോന്നുന്നില്ല പോലും. നോക്കാമല്ലേ ഞാൻ എടുക്കണ വണ്ടി എടുക്കണ കേറിക്കോ വണ്ടി എടുക്കുന്നേ നമുക്ക് സീറ്റ് എടുക്കാം. സ്ഥലം ഇവനെ ഓടി വന്ന് സീറ്റ് പിടിച്ചിനി. അവനെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ. ഒരു ചായപ്പൊടി ഒഴിവാക്കിയില്ലല്ലോ. വേറെ ചായപ്പൊടി എടാ ലോങ് ഡ്രൈവിന് ചായ 10 കിലോമീറ്റർ ആർന്ന് ചായ കുടിച്ച് 2 ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇറങ്ങി ചായ 1 മണിക്കൂറായില്ല. എനിക്ക് ഈ വണ്ടി ഓടുമ്പോൾ ഈ ലോങ് ഡ്രൈവിന് പണ്ടേ ഉള്ളൊരിതാ. എനിക്ക് ചായ കുടിച്ചോണ്ട് എല്ലാം ഇറങ്ങീനാ. ചെറുമ്പിലത്തെല്ലാം എല്ലാം ഇറങ്ങീനോ. ഹാജർ അൻവി ഇഷ്ടംപോലെ കടിയുണ്ടല്ലോ. 1 മണിക്കൂർ തികച്ചുമായില്ല അവിടെ ഇറങ്ങിയിട്ട്. 1 കപ്പ് ചായയും 4 കേക്കും ഒന്ന് 2 തിന്ന് കഴിഞ്ഞു. ഓൾറെഡി തിന്ന് കഴിഞ്ഞു. നമ്മള് പിന്നെ അധികം തോന്നിക്കല്ലോ. ഞാനൊരു കട്ടൻ ചായ മാത്രം. വായ തുറക്കാൻ പറ. ഒരു കല്ലുമ്മക്കായും ഒരു മുട്ട പൊരിച്ചതും പിന്നെ പേരറിയാത്ത എന്തോ ഒരു സാധനം കൂടി തിന്നിട്ട്. നിങ്ങൾക്ക് പ്രശ്നമില്ലടാ, ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുക്കാന്ന്. എന്നോട് കട്ടൻ പണ്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ? പറയാൻ പറ്റില്ല ലോങ് ഡ്രൈവ്.